ഇപ്പം അച്ഛൻ ഇങ്ങനെ പരിചയപ്പെടുത്തിയപ്പോൾ 9 പിള്ളേരുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ 2-3 ചേച്ചിമാർ ഞെട്ടി ഇങ്ങനെ കണ്ണുരുട്ടി എന്നെ നോക്കുക, രാജ്യദ്രോഹി. അല്ലേലും ഇവിടെ ജനസംഖ്യ പ്രശ്നമായിട്ടിരിക്കുമ്പോൾ ഇങ്ങനെ കുറേ എണ്ണം. എനിക്ക് വെറും 9 ഉള്ളൂ. He got 15, almost double. ഈ പിള്ളേരെ എല്ലാം കർത്താവ് നോക്കും, ഈശോ നോക്കും. ഞാൻ ഓർക്കുകയാണ്, 5 മക്കളുള്ള സമയത്ത് ഇതുപോലെ എവിടെയോ ഒരു സ്ഥലത്തൊരു ക്ലാസ് എടുക്കാൻ പോയപ്പോൾ ഒരു സിസ്റ്റർ വഴി തിരുവനന്തപുരത്തുള്ളൊരു കുടുംബത്തെ പരിചയപ്പെട്ടു. ആ കുടുംബത്തിൽ ആ ചേച്ചി ഹാൻഡിക്യാപ്ഡാണ്. ഒരു കാലിന് നീളം കുറവാണ്. ഒരു കാലിന് നീളം കുറവാണെങ്കിൽ എന്ത് സംഭവിക്കും? നടക്കുമ്പോൾ ചട്ടി നടക്കേണ്ടി വരും അല്ലേ? ഗർഭിണി ആയിക്കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ സഹായം കണ്ട് നടക്കാൻ പോലും പറ്റിയല്ല. ആ പുള്ളിക്കാരത്തിക്ക് 6 പിള്ളേരുണ്ട്. ഈ 6 മക്കളെയും കാലിന് സ്വാധീനമില്ലാത്ത ഭാര്യയും കൂട്ടി ഇടദിവസങ്ങളിൽ പോലും കുർബാനയ്ക്ക് വരുന്ന ആ ചേട്ടൻ, കുടുംബനാഥൻ, ഈസ് ആൻ ഓട്ടോറിക്ഷ ഡ്രൈവർ. അവരെ പരിചയപ്പെട്ടപ്പോഴാണ് ഈ 5-ൽ നിന്ന് 6-ലേക്കും 7-ലേക്കും എത്തേണ്ട പ്രചോദനം പരിശുദ്ധാത്മാവ് നൽകിയത് ആ ഓട്ടോറിക്ഷക്കാരനിലൂടെയാണ്. ഈശോ നമ്മളെ സഹായിക്കും. അപ്പോൾ മതബോധനത്തിൻ്റെ PTA ക്ലാസ്സിൽ ഈ കുഞ്ഞുങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്ന് പറയുന്ന ഒരു അജണ്ടയെക്കുറിച്ച് മാത്രം പറയാനല്ല ഞാനിവിടെ നിൽക്കുക. ഇത് ഒരുപാട് കാര്യങ്ങൾക്ക് ഒരു പരിഹാരമാണ് എന്നതിൻ്റെ പുറത്ത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അറിവും ജ്ഞാനവും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ജ്ഞാനമുള്ളവരായി മാറണം.